ഓക്കെ ഓക്കെ, ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. ഇരിക്കും. എല്ലാവരും പ്രസൻ്റ് ആണോ അല്ലേ? ആ, ഇനിയിപ്പോൾ ചിലവരൊക്കെ ഇന്ന് സ്ഥിരം വരുമായിരിക്കും. പുസ്തകം എടുക്കുക എല്ലാവരും നോട്ട് ചെയ്താൽ. എഴുതണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എടുക്കാം, ഇല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യാം. വിട്ട് കഴിഞ്ഞാൽ എല്ലാ പിള്ളേരും അപ്പം തന്നെ വീട്ടിൽ പോകാം. അല്ലാതെ സ്കൂൾ കോമ്പൗണ്ടിൽ ചുറ്റിക്കറങ്ങാനോ അവിടെ അങ്ങനെ കറങ്ങി കുറച്ച് നേരം ഇരിക്കാനോ അങ്ങനെ ഒന്നും കണ്ട. നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, സ്കൂൾ വിട്ടിട്ട് ആരോഗ്യ ഗ്രൗണ്ടിൽ പോയി ഇരിക്കണമെന്ന്, അവിടെ നിന്ന് കുറേ നേരം വർത്താനം പറഞ്ഞിട്ടൊക്കെ തിരിച്ച് വീട്ടിൽ പോകണമെന്നൊക്കെ. അത് ഇനി കൂടുതൽ ഇതിലേക്ക് പോകാതിരിക്കണതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അഞ്ചലിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ പറയണത്. നോട്ട് ചെയ്താൽ പറഞ്ഞിട്ട് വിഷ്ണു നോക്കിയിരിക്കണേ, ആരാലോചിച്ചിരിക്കുക. ആ, ഇനി സ്വപ്നങ്ങളൊക്കെ കാണാൻ കുറേ ഉണ്ടാവുമല്ലോ. വിഷ്ണു എന്തായാലും ക്ലാസ് കഴിഞ്ഞിട്ട് എങ്ങനെ വന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സെമിനാർ അഞ്ചലി എടുക്കും കേട്ടോ. പ്രിപ്പയർഡ് അല്ലാന്നോ? അതെന്താ അഞ്ചലി, ഈ ഒരുങ്ങി കെട്ടി വരുന്ന നേരം ഉണ്ടെങ്കിൽ ഈ സെമിനാർ പ്രിപ്പയർ ചെയ്ത് നിനക്ക് അധികം നേരം വേണ്ടല്ലോ. അതിനും ശ്രദ്ധ എവിടെയൊന്നും അല്ലല്ലോ, വേറെ ലോകത്തൊക്കെയല്ലേ. അപ്പോൾ സെമിനാർ എടുക്കാനൊന്നും മൈൻഡ് കാണില്ലായിരിക്കും. പിന്നെ ആരും നിങ്ങൾ ഈ ലഞ്ച് ബോക്സ് ഒക്കെ ഷെയർ ചെയ്യണതാരാ? അവനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡുകൾ അവനെ കഴിച്ചാൽ പോരെ? ഇവിടെ ഫുഡ് ഇല്ലാത്തവർക്ക് ഫുഡ് കൊടുക്കണമെന്നോ വാരി കൊടുക്കണമെന്നോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടു. എൻ്റെ പൊന്നു മക്കളെ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ. ഈ പ്രായത്തിൽ നമുക്ക് പല ആകർഷണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തേക്കൊക്കെ തോന്നും. പക്ഷേ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക. ഇല്ലെങ്കിൽ ഒരു പ്രായമാകുമ്പോൾ വായും പിടിച്ച് നോക്കി കണ്ടത് ആ സമയത്ത് ഈ വികാര വിചാരങ്ങളൊന്നും അപ്പോൾ കൂടി ഉണ്ടായി വിചാരിക്കുക വരില്ല. ആ സമയത്ത് നമുക്ക് തോന്നും പഠിക്കേണ്ട സമയത്ത് പഠിക്കുകയായിരുന്നു. അപ്പോൾ അത് ആലോചിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ്. നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് വേറെ വിചാരങ്ങൾക്ക് മുമ്പ് പോകാണ്ട് പഠിക്കാൻ നോക്കുക. മനസ്സിലായ?